എന്തൊക്കെ മാറ്റം ഡെസ്കിൽ സംഭവിച്ചിട്ട് ഇതിന് മാത്രം ഒരു മാറ്റം വന്നിട്ടില്ല. ചെയ്യാനുള്ള മടിയാണ് മെയിൻ കാരണം. വിചാരിച്ച് മടിയൊക്കെ മാറ്റിച്ചിട്ട് എന്തായാലും ചെയ്തേക്കാം. ഇനി അടുത്ത വർഷം 6 മാസം കൂടെ ഉള്ളൂ. അതുകൊണ്ട് 6 മാസം മാത്രമേ ഇതിട്ട് എടുക്കാൻ പറ്റുന്ന എനിക്ക് എന്തായാലും വരയ്ക്കുക, ഡേറ്റും ഡേയും ഒക്കെ എഴുതി കൊടുക്കുക. എല്ലാം കൂടെ അടുപ്പിച്ച് വെച്ചിട്ട് ഞാനൊക്കൊന്ന് ഗ്ലൂ തേച്ചൊട്ടിച്ച് കൊടുക്കുക. ഗ്ലൂവിന് ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് ബ്രഷ് വെച്ച് തോണ്ടിയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ തുമ്പ് വിരലുകൊണ്ട് അമക്കി കൊടുക്കുക. നല്ലപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഐസ്ക്രീം സിക്വേഴ്സ് ഉണ്ടാക്കിയൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതിനകത്തെടുത്ത് വെച്ചു. അതിനകത്ത് വെക്കാനല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്, അതുകൊണ്ട് അതെടുത്ത് മാറ്റി. പിന്നെ ഒരു ചാർട്ട് പേപ്പറോ എന്തെങ്കിലും എടുക്കുക, ഇത് കണക്കൊന്ന് മടക്കി കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് അതൊന്നും കാര്യങ്ങളോ ഇല്ല, എങ്ങനെയൊക്കെ മടക്കി ഇത് കണക്കൊന്ന് ആക്കിയെടുക്കുക, അത്ര വേണം. അതായത് ഇത് വെക്കാനായിട്ട് നമുക്ക് സ്ലാൻഡഡ് ആയിട്ടുള്ള സർഫസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ പശ ഒരുപാടുള്ളതുകൊണ്ട് കുറച്ചായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് കണക്കൊന്ന് മടക്കി എങ്ങനെയൊക്കെ ഒന്ന് ട്രയാങ്കിൾ ആക്കി എടുക്കുക. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. നെറ്റ് ഉണക്കാൻ വെച്ച സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പുറകിൽ ഞങ്ങൾക്കൊന്ന് പശ തേച്ച് കൊടുത്തിട്ട് ആ സാധനത്തിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. തീർന്നു. സിമ്പിളാണ്, ഓൾസോ കാണാൻ നല്ല ഭംഗിയാണ്. ഏത് ഡെസ്ക് മിക്കവാറും ഏതായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ കലണ്ടർ. ഡെസ്കിന് പഴയ കലണ്ടറിൽ നിന്നൊരു മോചനം കിട്ടും. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. ബൈ.